രജു ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. ഏതാ ഡീറ്റെയിലിംഗ്? ഈ ഒരു സാധനം ഉണ്ടോ, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, എമ്പുരാൻ കാണാൻ പോയപ്പം ആൾക്കാർ എന്തൊക്കെ റിവ്യൂ പറഞ്ഞാലും ഒരു ലാലേട്ടൻ ഫാൻ, എനിക്ക് ഈ ഒരൊറ്റ സീൻ മതിയായിരുന്നു തിയേറ്ററിൽ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ലൈക്ക് പൃഥ്വിരാജ് പടം ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്നു, മടക്കി വരുന്നു, അടി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഫിലിം അല്ല ഇതെന്ന് ഓൾറെഡി പുള്ളി പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു മോഹൻലാൽ ഫാൻ എനിക്ക് ഈ ഒരു ഒറ്റ സീൻ തന്നെ ധാരാളമായിരുന്നു ആ ഒരു സമയത്ത് തിയേറ്ററിൽ ഇരുന്ന സമയത്ത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, രോമാഞ്ചമായിരുന്നു എനിക്ക് ഈ സീൻ തിയേറ്ററിൽ. ഹായ് ഗൈസ്, ഇന്ന് 10,000 ഡൈസ് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടായിരുന്നു. ഈ ഗെയിം നമ്മുടെ സ്വന്തം വാസു അണ്ണനും ചേച്ചിക്കും വേണ്ടി നമുക്ക് വർക്കിലേക്ക് 10,000 ഡൈസോ. ഇതെങ്ങനെ അസൈൻ ചെയ്യണടാ അവൻ? എന്റെ അമ്മോ. എന്നാൽ ഇതെങ്ങനെ അസൈൻ ചെയ്യണത് കോച്ച്? അതാണ് എന്റെ ഒരു ചോദ്യം. ഇതാണ്, ഇത് എങ്ങനെ അസൈൻ ചെയ്യണം? ഇത്രയും ഡൈസ് ഇത് കമ്പൈൻ ചെയ്ത് ഇത് എന്തെങ്കിലും റെഫറൻസ് വല്ലോ, ആദ്യം എന്തെങ്കിലും റെഫറൻസ് വല്ലോ എടുക്കും? എങ്ങനെ ഇത്ര എടുക്കണേ? എന്റെ അമ്മ കിടിലം ബ്രോ. നൈസ് ഡൈസ് മാനിയാക് ബ്രോ. ചേട്ടാ, ഇതൊരു ചെറിയ ട്രിപ്പിന്റെ ക്ലിപ്സ് ആണ്, ജസ്റ്റ് ഫോർ യുവർ കൂൾ മൈൻഡ്. എവിടെയും ഇതുപോലെ പോണോടാ. എത്ര നാളായി ഈഗിൾ പോയി? ഇവിടെ കൊറേ ആയി കോച്ച്, കൊറേ കാര്യങ്ങൾക്ക് പുറകിലായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊള്ളാം ലാപ്ടോപ്പ്. Lenovo actually did it. It took its concept of a rollable laptop and it's making it into a real product you're going to be able to buy in the first quarter of 2025. Now, it's going to cost about $3,500, so it ain't cheap, but this is a roll. $3,500 $3,500 എന്ന് പറയുമ്പോൾ എത്രയായി? 3,500 × 85, 3 ലക്ഷം രൂപ ഈ ലാപ്ടോപ്പിന്. 3 ലക്ഷം. Rollable OLED that when you hit a button extends to this about 16.7 inches and hit that same button and it will roll down under the keyboard deck and become about a 14-inch laptop screen. അതിന്റെ അടിയിലോട്ടാ കേറി പോണ. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കണ്ടാ? And it just actually works. Now, Lenovo says that it's rated for 30,000 folds, open and close, and 20,000 rolls, unroll and roll. But that's just what they're guaranteeing. It may go beyond that, and that's kind of wild, considering this was just a concept. എന്നിട്ട് ചീപ്പെന്ന് എടാ 3000 നമുക്കാണ് അത് വലിയ എമൗണ്ട്. അവരുടെ അടുത്ത് നോക്കുമ്പോൾ അവരുടെ അവിടെ 3,700 രൂപയുള്ളൂ. മനസ്സിലായി? അവരുടെ കറൻസിയിൽ നോക്കുമ്പോൾ 3,700 ഉള്ളൂ. അത് അവർക്ക് ചീപ്പാ. നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. മനസ്സിലായ? നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൺവേർട്ട് ചെയ്താലേ ഇതാവും. അതാണ് പ്രശ്നം. കായികൾ ബ്രോ, ഞാൻ വരച്ചാണ് റിബൽ ബ്രോ. ഞാൻ ഇത് കണ്ടായിരുന്നു. ഹേമന്ത് ബ്രോ ഇടല സാധനം. ഹേമന്ത് ബ്രോയുടെ ഡ്രോയിങ്സ് എല്ലാം ഓൾവേസ് ഗോൾഡൻ ആണ്. ഇങ്ങനെ പേപ്പർ വെക്കുന്നത് നമ്മുടെ കൈയുടെ പാടാവാതിരിക്കാൻ വേണ്ടിട്ടാണോ? എന്ത് ചെയ്തോണ്ടിരിക്കണോ നിങ്ങള്? എന്റെ അമ്മ അത് വരച്ച് വരുന്ന നോക്ക്, പ്രിന്റ് ചെയ്ത് വരുന്ന പോലെ.
എന്റെ അമ്മോ എങ്ങനെയാണ് ഇങ്ങനെ വരയ്ക്കണേ? വിഷയം ബ്രോ, വിഷയം ബ്രോ. രക്ഷയില്ല, കിടില. കിടിലം ബ്രോ, കിടിലം. ഒന്നും പറയല്ല. ഹേമന്ത് ബ്രോയുടെ പേര് കാണുമ്പോഴേ എനിക്ക് അറിയാം അതിനപ്പുറത്തോട്ട് വേറെ ഫൈനൽ ഔട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും എന്ന് എനിക്ക് അറിയാം. അയ്യോ പനിയായി. സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരെക്കാൾ തിരക്കാണിപ്പോ ലാൻഡ് റോവർ ഡിഫൻഡറിന്. സത്യമല്ലേ, ഇപ്പൊ ഏത് പടം എടുത്താലും ഡിഫൻഡറാ. ഈ അടുത്ത് വന്ന സിനിമകളിലൂടെ നമ്മൾ അത് കണ്ടതുമാണ്. അങ്ങനെയിരിക്കെ ഡിഫൻഡറിന്റെ ഏറ്റവും പുതിയ ഹൈ പെർഫോമൻസ് മോഡലായ ഡിഫൻഡർ ഒക്ട ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഡയമണ്ടിന്റെ ഒക്ടാഹീഡ്രോൺ ഷേപ്പിനെ ആസ്പദമാക്കി അതിന്റെ ടഫ്നെസ്സും ലക്ഷറിയെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഒക്ട എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഓഫ് റോഡ് SUV BMW പോകുന്ന വേഗതയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഒക്ട 4.4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. V8 എഞ്ചിനോ സോഴ്സ്ഡ് ഫ്രം BMW? എന്ത് സാധനമല്ലേ? 4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. ദാറ്റ് മേക്സ് 625 ഹോഴ്സ് പവറും 750 Nm ടോർക്കും. 625 bhp. 0 to 100 വെറും 4 സെക്കൻഡ് മാത്രം മതി. ഫ്രണ്ടിലെ ഗ്രില്ല് കുറച്ച് വലുതാക്കി എന്നല്ലാതെ കാര്യമായി ലുക്കിൽ ഇല്ല, പക്ഷെ പഴയ ഡിഫൻഡർ എനിക്ക് കാണാൻ കുറച്ചുകൂടെ ഉണ്ടായി. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി കാണാൻ ഇഷ്ടപ്പെട്ടത് പഴയതാണ് ഷേപ്പ്. കാര്യമായി ലുക്കിൽ മാറ്റങ്ങൾ. പക്ഷെ ഈ ഡിഫൻഡറിന്റെ ഹെഡ്ലൈറ്റ് കണ്ട പ്രോപ്പർ ബൈ സ്റ്റോക്ക്. സാധാരണ നമ്മൾ ഓരോ വണ്ടി എടുക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൾട്ടർ ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ണിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. പക്ഷെ ഇത് കണ്ട ബൈ ഡിഫോൾട്ട് അതിന്റെ ഹെഡ്ലൈറ്റ് തന്നെ ഒരു കണ്ണ് പോലെയാണ്. രണ്ട് കണ്ണിങ്ങനെ ഇരിക്കണ പോലെയാണ് ഇരിക്കണത്. ഓ വന്ന ഒരു ഡിഫൻഡർ അങ്ങ് എടുക്കണമോ എടാ? 1.8 കോടിയോ 2 കോടി എന്തോ ആണ് ഓൺ റോഡ് റേറ്റ് ഇവിടെ ഇന്ത്യയില്, കേരളത്തില്. ഒന്നുമില്ല. സ്റ്റിയറിംഗിലായി ഇന്ത്യയിലൊക്കെ നോക്കടാ, സ്ക്രീനൊക്കെ നോക്ക്. ഒക്ട മോഡ് ഓൺ ചെയ്യാനായുള്ള ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കുന്നതോടെ വണ്ടിയുടെ ഫുൾ ഓഫ് റോഡ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും ഏതൊരു ഓഫ് റോഡിലും അനായാസം കടന്നു വരാനുള്ള പെർഫോമൻസും ലഭിക്കും. 4 കോടിയോ? ഇതിന് എത്ര? 4 കോടി ഉണ്ടോ? ഇതിന് 4 കോടി ഉണ്ടോ? ഡിഫൻഡറിന് 3 തന്നെ. ഡിഫൻഡർ ഒക്ട 3 പ്രൈസ് ഇൻ ഇന്ത്യ 2.59 കോടി. എക്സ് ഷോറൂം ആവറേജ് പ്രൈസ് അത്. എക്സ് ഷോറൂം പ്രൈസ് കോച്ച്. എക്സ് ഷോറൂം ഇത് ഓൺ റോഡ് ഇത്ര ആയിരിക്കത്തില്ല. അപ്പൊ 3.5 അല്ലേ? ഒരു 3.5 കോടി 4 കോടി രൂപ അടുപ്പിച്ചുണ്ടാവും. 3.5 കോടി ഉണ്ടാവും. ഇന്ത്യയിലെ ടാക്സും എല്ലാം അവിടെ നോക്കുമ്പോ എങ്ങനെ പോലെ ഒരു 3 കോടി 3.5 കോടി രൂപ ഉണ്ടാവും. എല്ലാവന്മാരുടെയും കൊണയും തീർത്തു കൊടുത്തിട്ടുണ്ട് ദ ബ്രാൻഡ്. ഒരുപക്ഷെ ഒരു 10-15 ദിവസം വരെ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ, ഗ്രൗണ്ട് ലെവലിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ, സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ ഒട്ടും ഇറങ്ങിച്ചെല്ലാത്തൊരു സിനിമയായിരുന്നു എമ്പുരാൻ. പക്ഷെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ അതൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. കേരളത്തിലെ കൊച്ചു ടൗണുകൾ മുതൽ വലിയ സിറ്റികളിൽ വരെയുള്ള മാളുകളിൽ വരെയുള്ള 700-800 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയും. പക്ഷെ മോഹൻലാലിനേക്കാളും ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്തിട്ടുള്ള ബോളിവുഡിന്റെ ഒരു എൻ്റയർ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ആയാലും അദ്ദേഹത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളായാലും ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാർ മറ്റാർക്കേലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നില്ല. ഒരുപക്ഷെ ഒരു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരുപാട് ഹൈ പോയിന്റും ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കടന്നുപോയിട്ടു. പക്ഷെ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലുള്ള വരവേൽപ്പ് കിട്ടാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു സ്റ്റാർഡം തന്നെയാണ് ഈ ഒരു, അല്ലെങ്കിൽ ഇത്രയും നാളും സെറ്റ് ചെയ്ത് വെച്ച വർക്കുകളുടെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീനിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ആ ഒരു ഇമേജ്, ഇതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ടോപ്പിൽ എത്തി നിൽക്കുന്നത്. സത്യം അല്ലേ? സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പടം നന്നായിട്ട് മര്യാദയ്ക്ക് ഒരു ആവറേജ് രീതിയിൽ നല്ലതായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് പറഞ്ഞ് അതിൽ എന്തൊക്കെയോ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണെന്ന്. എൻ്റെയർലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആൾക്കാരുടെ പേര് ഒരു എല്ലാം കൂടി ഒരു 2 മിനിറ്റാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം കളക്ഷൻ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന്
നേരെ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാണാന്ന് പറഞ്ഞ് ഒരു 10-20,000 പേരും എല്ലാം കൂടെ കൂടി വീണ്ടും ഇടിച്ചു കയറി ഡബിൾ പൈസ കൊടുത്ത് പടം കാണാൻ തുടങ്ങി. ആർക്കാ നഷ്ടം? ആർക്കായിരുന്നു? ആർക്കും ഒരു നഷ്ടം ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. അവര് വെയിറ്റ് ഫോർ ദ എൻഡ്. ബ്രോ അടിപൊളി ബ്രോ, എന്ത് രസം. പുള്ള കണ്ണ് കാണാൻ എന്ത് രസമല്ലേ. പണ്ടേ ഭയങ്കര ഭംഗിയാ വിനീത്. എന്റെ അമ്മോ, എന്ത് രസല്ലേ.